ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്ന മറ്റാരുമല്ല, ചിന്നു മിന്നു. അതിൽ ആരാണെന്ന് വരാൻ പോകുന്നേ നോക്കാം. ചിന്നു ആണോ മിന്നു ആണോ വരുന്നേ? ചിന്നു ചിന്നു വായോ. കയ്യിലെന്താ? എല്ലാവർക്കും സുഖാണോ? എല്ലാരും എലീന ചേച്ചിക്ക് സുഖാണോ? എനിക്ക് ഭയങ്കര സുഖാമുത്തേ. എലീന ചേച്ചി സുന്ദരിയായിട്ടുണ്ടല്ലോ. ചേച്ചിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. ഞാൻ ഇങ്ങോട്ട് എന്തിനാ വന്നേന്നറിയോ? ഇല്ല. ചേച്ചിക്ക് ഒരു ടാസ്ക് കൊടുക്കും. എനിക്കൊരു ടാസ്കോ? മാക്സിമം കൊടുത്തു. എന്താണാവോ ടാസ്ക്? ഞാൻ ഒരു സൂചിയും മോലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതെടുത്തിട്ട് ഈ നൂലിലേക്ക് കോർക്കണം. ശരി, ഞാനിത് കോർത്തോണ്ടിരിക്കാം. മോളപ്പൊ വൈൻഡപ്പും ചെയ്ത് അത് അടുത്ത എപ്പിസോഡ് ആങ്കർ ചെയ്ത് ഞങ്ങള് പോട്ടെ. അതായിരിക്കും മിക്കവാറും നടക്കുക. ഇന്ന് നടക്കുമല്ലോ. ഇല്ല, നടക്കും. ആ നടക്കും. മോളെ ചേച്ചിക്ക് നല്ല പ്രായമുണ്ട്. തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. എഴുത്തത് ഈ കൊച്ചു തരുന്ന സപ്പോർട്ട് പോലും നിങ്ങൾക്ക് എനിക്ക് തരുന്നില്ലല്ലോ. ഒന്നാമത് കൈ പെട്ടെന്ന് കൈയടിച്ചോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങള് പറഞ്ഞില്ലേ നടപടിയാവൂലെന്ന്. ഇത് നടക്കുമെന്ന് തോന്നുന്നു. ഓ എന്റെ തുമ്പിലെല്ലാം അവിടെ ഒട്ടിയല്ലോ കർത്താവേ. മതി. നിക്ക്. അയ്യ പോലെ വായില്ല. അയ്യോ, ഇത് നടക്കൂലേ? അതല്ല ആദ്യം പറഞ്ഞത്. കിട്ടി. ഇല്ലില്ല, പോയി. ഏയ് മതി. ഇനി കഷ്ടപ്പെടണ്ട. ഓവർ കഷ്ടപ്പെടണ്ട. എക്സ്പ്രഷൻ മാത്രമേ ഉള്ളല്ലോ അലീന. ഒരു മിനിറ്റ്, നല്ല കൈയടി. അതാ എലീന പണിക്കൽ നിഷ്പ്രയാസം സൂചിയിൽ നൂല് കയറ്റുകയാണ്. അതാ നൂല്. കൈ മുറിയണ്ടാത്ത. ഇല്ലടാ, നിന്നിട്ട് പോലും ഫുള്ളും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പറഞ്ഞു വിടും മോളെ. അടിപൊളിയായിട്ട് നിന്നിട്ടും കിടന്നിട്ടും കണ്ണു പൊത്തിച്ച് വരെ ഇത് കോർക്കുന്ന ഒരു ചേട്ടൻ ഞാൻ ഇങ്ങോട്ട് കണ്ണു പൊട്ടിയിട്ട് കണ്ണു പൂട്ടി വെച്ചിട്ട് സൂചി നൂലും കോർക്കോ? എന്നാ ഒന്ന് കാണണല്ലോ. എന്നാ ഞാൻ വിളിക്കട്ടെ? വിളിക്കാൻ നോക്കട്ടെ. ജോസൂട്ടി ചേട്ടാ ഓടി വാ. ഓ രണ്ടെണ്ണം കിട്ടിയത്. രണ്ടെണ്ണം. സ്കേറ്റിംഗ് ഷൂസിലാട്ടോ നിൽക്കുന്നത്. സ്കേറ്റ് ചെയ്തോണ്ടൊക്കെ ചെയ്യുന്നത്. അടിപൊളി. എന്റെ ദൈവമേ, എങ്ങനെയായിരിക്കും ചെയ്യാ? കോർത്തു ഓൾറെഡി. ഓർത്താ കോർത്തു. ഓർത്തോണ്ടേ ഇരിക്കുക. എത്ര എണ്ണമായി? ഒരെണ്ണം പോലും മിസ് ചെയ്തിട്ടില്ല കേട്ടോ. അടിപൊളി. വെള്ളാങ്കല്ലിൻ ചെല്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്റെ പോരാത്തു വാവേ വാവാച്ചി. കുന്നിക്കുരു കുത്തി നുള്ളി പറിച്ചിട്ട് പിന്നെ തൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കപ്പാല മോനെ. ഞാനത് എല്ലാം കൂടെ കൊരുത്ത് ഇല്ലാണ്ടാക്കി വെച്ചത് ഒരു മാല പോലെതാ. അടിപൊളിയായിട്ട് ഒരെണ്ണം പോലും മിസ് ചെയ്തിട്ടില്ല.
കിടുക്കാച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. എലീന ഇത് മേടിക്കുമ്പോ അല്പമെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ലജ്ജ തോന്നി. ഒരെണ്ണം ഇടാൻ പറ്റിയിട്ടില്ല. അതാ ഒരെണ്ണം ഇടാൻ പറ്റിയത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ, നമ്മളെല്ലാരും ഒരുപോലെ വിചാരിച്ചു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ബീജിയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചെടുത്താണ് ഇവൻ സ്കേറ്റ് ചെയ്തോണ്ട് പുഷ്പം പോലെ പാടി തുടങ്ങിയത്. മോനെ നീ ഒരിടത്തും പോയി മീൻ പിടിക്കാൻ പോരുത് കേട്ടോ. അവിടുത്തെ മീനെല്ലാം നിന്റെ ചുണ്ടേക്കോ. ഇവന്റെ കഴിവനുസരിച്ചിട്ട് ഇത് ചെയ്യണതിന്റെ ഒപ്പം തന്നെ ഇവൻ വേണമെങ്കിൽ ഒരു ട്രെയിൻ കൊടുത്താൽ അത് ഓടിക്കും. അത്രയും കഴിവുള്ളവനാ. എടാ നീ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇതെന്നൊക്കെ ഇറങ്ങി പാട്ടൊന്നും പാടാതെ വെറുതെ ഇത് കോർത്താൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെയായത് ഇതെല്ലാം കൂടെ ഒരു ചിന്ത വന്ന് ഇങ്ങനെയൊക്കെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുമെന്ന്? ഈ കണ്ണ് കെട്ടുക എന്നുള്ള ഒരു ഐഡിയ എന്റെ അച്ചാച്ചന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൊച്ചിയില്, കിഷോർ എന്ന് പറഞ്ഞിട്ട്. ആ സാറ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നു, കണ്ണ് കെട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ. സ്കേറ്റിംഗ് പഠിച്ചിട്ടുണ്ടോ അതോ ഇതിനായിട്ട് വേണ്ടി പ്രാക്ടീസ് ചെയ്തതാണോ? ഇതിനായിട്ട് വേണ്ടി പ്രാക്ടീസ്. കാരണം ഈ വീൽ എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനമാണ്, ബിഗിനേഴ്സിന് പറ്റുന്നതല്ല ഈ ഒരു സംഭവം. മോനെ ഇതിൽ ആദ്യം നീ എന്താ പഠിച്ചത്? സൂചിയും നൂലും കോർക്കാനാണോ? അതെ. അതെന്താ വീട്ടിൽ തയ്യക്കട ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെയായത് ഈ ഒരു ഐഡിയ തോന്നിയത്? ആദ്യം ഞാൻ കോർക്കാൻ തുടങ്ങിയപ്പം ഒരു സൂചി പോലും നേരെ ചൊവ്വേ കേറത്തില്ലായിരുന്നു. എന്നെ പോലെ. പിന്നെ 9 മിനിറ്റിൽ 25 എണ്ണം കോർക്കാൻ തുടങ്ങി. പിന്നെ 2 മിനിറ്റിൽ 42 എണ്ണം വരെ കോർക്കുന്നുണ്ട്. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല് ഇവൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ സക്സസ് ഇവൻ വിഷ്വലി കാണുന്നുണ്ട്. അതാണ് ഇവന്റെ മേക്കിംഗ്. കോൺസെൻട്രേഷൻ ഉണ്ട്. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ മോനെ, ജോസൂട്ടി മാത്രമല്ല കിടിലായിട്ട് പെർഫോം ചെയ്യുന്ന വീട്ടിൽ വേറൊരാളും കൂടെ ഉണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അനീതി കൊച്ച് അല്ലേ? അനീതിയുടെ പേരെന്നാ? ജോസഫൈൻ്റെ ഐറ്റം എന്താന്നുള്ളത് നമുക്ക് എന്താന്നുള്ള അറിയത്തില്ല. എന്തായാലും ഞെട്ടും. അപ്പൊ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജോസഫൈൻ. കറിക്ക് നോക്കട്ടെ. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൂട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൂട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൂട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൂട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനുക്കായി. ഒരു രക്ഷയില്ല. കഞ്ഞി വെച്ച തൂത്തി തൂത്തി കഞ്ഞി വെച്ച അമ്മായിക്ക് കുട്ടൂത്തി വട്ടായി പോയി വട്ടായി പോയി. ഏയ് കൊച്ചമ്മായി വട്ടായി
ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂണ്ടത് മരുമോനുക്കായി അപ്പൊ ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂണ്ടത് മരുമോനുക്കായി. അങ്ങനെ ചുട്ടി 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 1000 അപ്പമാണ് അവൻ ചുട്ടുകൊടുത്തിരിക്കുന്നത് പ്രേക്ഷകരെ. ജോസഫൈൻ എന്ന് പറയുന്നത് ഇവന്റെ കൊച്ചനീതി മാത്രമല്ല, ഓടി നടന്ന് പറന്ന് നടക്കുന്ന അസിസ്റ്റന്റും കൂടിയാണ്. മനസ്സിലായില്ലേ? അവൻ ആഗ്രഹിക്കുന്നിടത്ത് ബന്ധു കൊടുക്കുന്ന ആൾ. ആ ഒരു ചെറിയ കുഞ്ഞു സാധനം ഇങ്ങനെ പോയിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ മോളും നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്ന ആളാണ് അല്ലേ? 2 വർഷമായുള്ളൂ തുടങ്ങി. 2 വർഷമായിട്ടുള്ളൂ. ഈ ബോളൊക്കെ എന്ത് തന്നിട്ട് ഞങ്ങക്ക് വേണ്ടി 2 റൗണ്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ നോക്കട്ടെ. ആ നോക്കോ. നിങ്ങളിത് കാണുക. പൊളിച്ച് പൊളിച്ച് പൊളിച്ച്. അതായത് എലിന, ഈ സൂര്യനെ ചുറ്റി ചിന്ന ഗ്രഹങ്ങളൊക്കെ പോകും. അന്ന് പറഞ്ഞ പ്ലൂട്ടോയോ അതുപോലത്തെ ഐറ്റം ഒക്കെ ഇങ്ങനെ പോണ പോലെ തോന്നി. അവന് ചുറ്റും അതിങ്ങനെ പോകുന്ന കണ്ടപ്പോ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇനി 6th കൊച്ചു പഠിക്കാറായോ? ക്ലാസ്സിലൊക്കെ ആയോ? UKG UKG-ലാണോ? UKG-ല് ഞാൻ UKG-ലോട്ടാ. ജോസുരുടെ വീട് എവിടെയാ? വാഴൂര്. ആ, കോട്ടയം. വാഴൂർ. തുടങ്ങി കോട്ടയംകാരി. അയ്യോ എല്ലാരും കോട്ടയമുള്ള പാളി. കോട്ടയംകാരെ ഇങ്ങനെ അപ്പം ചൂടുള്ളൂ. പക്ഷെ കോട്ടയക്കാര് വൻ പൊലിയാന്നുള്ള മനസ്സിലായില്ലേ? നമ്മള് വൻ എല്ലാത്തിനും സെലിബ്രേഷൻ. അല്ല, കാര്യം പറയട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്ന ആള്? ഓ അയ്യോ, അത് മെയിൻ, അതാണ് മെയിൻ. CD ഇട്ട് വെച്ചേക്കുവാ. ഞാൻ ആലോചിക്കായിരുന്നു അതെന്താ ചോദിക്കാൻ. അതെ, നിങ്ങൾ കൊണ്ടുവന്ന ആളിന്റെ ഒരു പെർഫോമൻസ് കൂടി ഉണ്ടെന്നാ ഞങ്ങൾ അറിഞ്ഞേ. അപ്പൊ നമുക്ക് ആ കിടിയഞ്ച് പെർഫോമൻസ് കൂടി കാണാം. കത്തി കൊണ്ട് എന്താണ് പരിപാടി? അയ്യോ, നീ കണ്ണു കെട്ടിട്ടാണോ നീ ചെയ്യാൻ പോകുന്നേ? എന്റെ ദൈവമേ, എന്റെ അമ്മേ. അയ്യോ, അയ്യോ, അടിപൊളി അടിപൊളി അടിപൊളി. എന്റെ ദൈവമേ. എന്റെ ഷർട്ടിന്റെ അവിടെ കുത്തിക്കേട്ടാ. ആ, കുഴപ്പമില്ല. അതെ, അയ്യോ, ഭയങ്കര സീനാ. അയ്യോ. താഴോട്ട് പോണ്ട. മെല്ലെ മെല്ലെ മെല്ലെ. പേടിയാവുന്നുണ്ട് ലീന ചേച്ചി. ഓ, നമ്മുടെ ചങ്ക് ഭയങ്കര സീനാണ്. മെല്ലെ. അയ്യോ. അയ്യോ, അപ്പാ. ഒരിഞ്ച് ഒരു സത്യം. അങ്ങോട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞ് തീർന്നു. മെല്ലെ മെല്ലെ. അയ്യോ, എടാ. ഓ. ഈ കത്തിയാണെന്ന് തോന്നുന്നു. ഷോൾഡറിന്റെ ഭാഗം വന്നത്. ഇതും വേറെ ഒരെണ്ണം. ജസ്റ്റ് മിസ്സാണ്. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുത്തൂടെയാ പോയത് അല്ലേ? ആ, എങ്ങനെ നിനക്ക് മനസ്സിലായി ആണെന്ന്? ട്രിക്ക് പറഞ്ഞു കൊടുക്കല്ലേ, ട്രിക്ക് പറഞ്ഞു കൊടുക്കല്ലേ. ബോഡിയെ ടച്ച് ചെയ്തായിരുന്നു, അന്നേരം എനിക്ക് മനസ്സിലായി. മോനേതാ, നീ ആരെ നിർത്തി പ്രാക്ടീസ് ചെയ്തത്? ഞാൻ എന്റെ വീടിന്റെ താഴെയുള്ള ഒരാളുണ്ട്. പുള്ളി ഇപ്പോഴുണ്ടോ? ആ, വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഇവിടെ വന്നിട്ടുണ്ടോ? ഇതാണ്ടിരിക്കുന്നു. തെളിവ് സഹിത കൊണ്ടുവന്നു പുള്ളി. ധൈര്യം സമ്മതിച്ചു കേട്ടോ. അല്ല മോനെ, എങ്ങനെയാ പുള്ളിക്ക് മാസക്കൂലിയാണോ അതോ ഡെയിലി? ഒരു കത്തിക്ക് 2 പെഗ്. അത് കഴിഞ്ഞിട്ട് കണ്ണ് കെട്ടി നിർത്തിയിട്ട് കുത്തി. പുള്ളി അറിഞ്ഞില്ല ഇങ്ങനെ. പുള്ളി അറിഞ്ഞില്ല ഇത് എന്നതായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നായിരുന്നു അവസ്ഥ? പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയി. അതോടെ നാട് വിടാനൊക്കെ ഒരുങ്ങി. പക്ഷെ ഇല്ല, പുള്ളി വന്നിട്ടുണ്ട് ഇവിടെ. ആ മനസ്സ് നമ്മള് അറിയാണ്ട് പോരുത്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഞാൻ കൊണ്ടുവന്ന ആള് എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? ആ, സൂപ്പർ ആയിരുന്നു. ഈ സംഭവം ഞാൻ ഭയങ്കരമായി പേടിച്ച്.
ആണോ? ഏ മറ്റേ പുള്ളി ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ നമ്മള് വിചാരിക്കേ പുള്ളി ആറ്റിറ്റ്യൂഡ് അല്ല അല്ല. പുള്ളിയുടെ പോയ കിളി ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. അതാ. എന്റെ പേരെങ്ങനെയാണ്? രാജീവ്. രാജീവ്. എന്ത് ചെയ്യുന്നു? ഞാൻ മൂന്നാർ റിസോർട്ടിൽ വണ്ടി ഓടിക്കുക. വണ്ടി ഓടിക്കാണ്. റിസ്ക് ഉള്ള പരിപാടി. അതും റിസ്ക്, ഇതും റിസ്ക് ഉള്ള പരിപാടിയാണ്. അതെ, നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പും ഇങ്ങനെ ഷോയിനൊക്കെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അതോ ഇന്ന് ഫസ്റ്റ് ടൈം ആണോ? ഇയാളുടെ അച്ഛൻ എന്റെ വളരെ നാളത്തെ സുഹൃത്താണ്. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു, പണ്ട് തൊട്ടേ പുള്ളിക്കാരൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, ജോസൂട്ടി. അപ്പൊ എന്നോട് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനത്തെ പുതിയ ഒരെണ്ണം വരുന്നുണ്ട്, നീ വേണം വരാൻ. അങ്ങനെ പ്രാക്ടീസിനൊക്കെ വന്നു. സംഭവം മനസ്സിലായില്ലേ? പഴയ എന്തോ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ പുള്ളി അവന്റെ അച്ഛൻ എന്റെ കൂട്ടുകാരാണ്. ഞാൻ അയാൾക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു എന്നോട് നിൽക്കാൻ. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. തമാശയൊക്കെ മാറ്റി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് മോൻ ചെയ്ത അതേ ധൈര്യം തന്നെ ഉള്ള ഒരു പ്രകടനമുണ്ട് ചേട്ടൻ ചെയ്തത്. അതിന് അപ്രിസിയേഷൻ എന്തായാലും ആവശ്യമാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി കഴിഞ്ഞാൽ തന്നെ അതും പോകും. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഒന്നും കൂടെ ഗംഭീരാക്കാൻ വേണ്ടി ഞങ്ങളുടെ സൈഡിൽ നിന്നും ജോസൂട്ടിക്ക് ഒരു ചെറിയ സമ്മാനം നമ്മൾ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ചേട്ടാ, ചേട്ടാ നമ്മളോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്യാമോ?